ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ ഉപ്മാവാണ്. അപ്പം അത് രാവിലെ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. പിന്നെ സ്കൂളിലെ ലഞ്ച് ബോക്സിൽ ചെറിയ കുട്ടികൾക്ക് പിന്നെ കൊണ്ടുപോകാം. പിന്നെ 4 മണിക്ക് നമ്മൾ സ്കൂൾ വിട്ട് വരില്ലേ, അപ്പോൾ എല്ലാ കുട്ടികളുടെ അമ്മമാർക്ക് അത് ഉണ്ടാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഉണ്ടാക്കാവുന്ന റെസിപ്പി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. പച്ചമുളക്, പിന്നെ കടുക്, പച്ചമുളക്, സബോള, വേപ്പില, പിന്നെ വെള്ളം, ഒരു 1.5 ഗ്ലാസ് പിന്നെ സേമിയ. ഓക്കെ, അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വിധം ഈ സേമിയ എടുത്ത് നമ്മൾ പാൻ പാത്രം ചൂടാക്കിയിട്ട് നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു 10 മിനിറ്റ് മാത്രം. അതൊന്ന് മൊരിങ്ങി വരണം. ഓക്കെ, അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ചൂടാക്കുക. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ട് പിന്നെ അത് കുറച്ചൊന്ന് മുരിയാനുണ്ട്. ഒരു റെഡ് കളറായിട്ട് ഏകദേശം ചെറുതായിട്ടൊന്ന് വരും. അപ്പം നമ്മളത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇടുക. എന്നിട്ട് അടുത്തത് നമ്മൾ എന്താ പറയുക, വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും കുറച്ച് യൂസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഒഴിക്കുക. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മളിവിടെ സവാള പിന്നെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില, പിന്നെ പച്ചമുളക് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കട്ടുകൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് വേണ്ടി വരും. ഓക്കെ, എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ, ചായക്ക് കടിയിട്ട്. ഓക്കെ, ഇതൊന്നും മുരിയാനുണ്ട്. ഒരു ബ്രൗൺ കളറ് വരണം.
എന്നിട്ട് നമ്മളിതിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇതാ ഞാനിവിടെ ഒഴിക്കുകയാണ്. ഒഴിച്ച് നമ്മൾ തീ ഒക്കെ കൂട്ടി കത്തിക്കുക. അങ്ങനെ ഇത് തിളയ്ക്കണം. അപ്പൂ കുറച്ച് പൊടിപ്പ് എടുക്കുമോ? ഉപ്പ് പൊടിപ്പ് 1 ടീസ്പൂൺ എടുക്കുക. അപ്പം ഞാനിവിടെ ഉപ്പ് എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഉപ്പ് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ കൂടെ ഈ സവാളയും പച്ചമുളകും വേപ്പിലൊക്കെ വാട്ടിയില്ലേ, അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കണം. അതിൽ കൂടെ ഒരു ഉപ്പും കൂടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പിടിക്കും. അതൊന്ന് വെട്ടി തിളയ്ക്കാനുണ്ട്. വെള്ളം ഇങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്. എന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെട്ടി തിളച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ സേമിയ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിൽ, ആ പാത്രത്തിൽ ഇതാ അത് കുറച്ച് മുരിങ്ങിയിട്ടുണ്ടല്ലോ, അത് ഇതിൽ കൂടെ ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇതിഷ്ടമാവും, നല്ലതാണ്. അങ്ങനെ ഒന്ന് തിളയ്ക്കാനുണ്ട്. സേമിയ ഉപ്മാവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും താല്പര്യമായി. അപ്പം അതേപോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സവാള 1 എണ്ണം, പച്ചമുളക് ഒരു 3-4 എണ്ണം, പിന്നെ വേപ്പില, പൊടിപ്പ്, കടുക്. ഓക്കെ, അങ്ങനെ ഇതൊന്ന് മിക്സ് ആവാണ്ട് ഈ വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം. ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് വെക്കാനുണ്ട്. ഓക്കെ, ഒരു നൂഡിൽസിൻ്റെ ഏകദേശം പോലെ ഉണ്ടാവും. എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കും. ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഇപ്പോൾ മോഹൻലാലൊക്കെ ചെയ്തില്ലേ, വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കുക ഓരോ ഫുഡും കാര്യങ്ങളും. അപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ട കാരണം അവരത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. അതുപോലെ ഇതെല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ എല്ലാ കുട്ടികൾക്കും ഇത് നല്ല സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ചായക്ക് വിശന്ന് വരുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കണം. പിന്നെ എല്ലാവർക്കും അത്രയ്ക്കും എന്താ പറയുക ഇഷ്ടമാവും. പിന്നെ ഈ വീഡിയോ ഇതാ ഇപ്പം തന്നെ ഏകദേശം കണ്ട ഒരു മാവ് പോലെ.
വെള്ളം കുറച്ചുകൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വേവാനുണ്ട്. തീ കുറച്ചിട്ടുണ്ട്. തീ അധികമായി കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ അടി പിടിക്കും. അതുകൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, സേമിയ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കുക. വലിയവർക്കും കഴിക്കാട്ടോ. കൂടുതൽ കുട്ടികൾക്കാണ് ഇത് ഇഷ്ടമാവുക. അതുകൊണ്ടാണ് പറഞ്ഞത്. ഉണ്ടാവും ഒരു നൂഡിൽസിൻ്റെ മോഡൽ വന്നു തുടങ്ങിയില്ലേ. പിന്നെ നമ്മളിതെന്ത് ചെയ്യണം, പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. ഇതാ അപ്പം അതിങ്ങനെ വെതറി. ഓക്കെ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇതാ. ഓക്കെ. അങ്ങനെ അടുപ്പ് ഓഫ് ചെയ്ത് അങ്ങനെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ. ബൈ.